മുസ്ലിം പെൺകുട്ടിയെ പ്രണയിച്ച ദളിത് യുവാവിന് മർദ്ദനമേറ്റ സംഭവത്തിൽ കേസെടുക്കാതെ പന്തീരങ്കാവ് പോലീസ്. കോഴിക്കോട് പെരുവയൽ സ്വദേശി 22-കാരൻ ജിഷ്ണുവിനാണ് ഡിസംബർ 11-ന് പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ മർദ്ദനമേറ്റത്. യുവാവ് പോലീസിൽ പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും പോലീസ് സ്വീകരിച്ചില്ല എന്നാണ് ആരോപണം. രമ്യ ദാസ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. രമ്യ, പറയൂ, എന്താണ് വിശദാംശങ്ങൾ? രോഹിണി, ഇക്കഴിഞ്ഞ ഡിസംബർ 11-നാണ് ഈ കോഴിക്കോട് പെരുവയൽ സ്വദേശിയായിരുന്ന ദളിത് യുവാവായ ജിഷ്ണുവിന് ഒരു മുസ്ലിം യുവതിയെ പ്രണയിച്ചതിന്റെ പേരിൽ അവരുടെ കുടുംബത്തിന്റെ, ആ പെൺകുട്ടിയുടെ കുടുംബത്തിന് മർദ്ദനമേൽക്കുന്നത്. അതായത് വർഷങ്ങളായി ഈ ജിഷ്ണു, ഈ ദളിത് യുവാവായ ജിഷ്ണു ഈ പെരുവയൽ സ്വദേശി തന്നെ ആയിട്ടുള്ള ഒരു മുസ്ലിം പെൺകുട്ടിയുമായി പ്രണയത്തിലായിരുന്നു. എന്നാൽ ഈ വിഷയം ഈ പെൺകുട്ടിയുടെ വീട്ടുകാരറിയുകയും തുടർന്ന് ഈ പെൺകുട്ടിയുടെ സുഹൃത്തെന്ന വ്യാജേന മറ്റൊരു പെൺകുട്ടിയോട് പറഞ്ഞ് ഈ ജിഷ്ണുവിനെ വിളിച്ചു വരുത്തുകയും ഈ ഡിസംബർ 11-ാം തീയതി ജിഷ്ണുവിനെ വിളിച്ചു വരുത്തി ഈ പെൺകുട്ടിയുടെ ബന്ധുക്കൾ കാറിൽ കയറ്റി ഈ യുവാവിനെ മർദ്ദിക്കുകയായിരുന്നു. ഈ കാറിൽ കയറ്റി ഇതുപോലെ ജിഷ്ണുവിന്റെ ഫോൺ പിടിച്ചു വാങ്ങിച്ചു. കൂടാതെ തന്നെ ഈ ഫോണിൽ, ഈ ബന്ധുക്കളുടെ ഫോണിൽ, പെൺകുട്ടിയുടെ ബന്ധുക്കളുടെ ഫോണിൽ ജിഷ്ണു മദ്യപാനിയാണ്, അതുപോലെ തന്നെ മറ്റ് സ്ത്രീകളുമായി ബന്ധമുണ്ട്, തരത്തിലെല്ലാം വീഡിയോ ചിത്രീകരിക്കുകയും ചെയ്തു. ഇതിനുശേഷം വലിയ തോതിൽ തന്നെ മർദ്ദനവും കാറിൽ വെച്ചു. കാരണം ഈ പന്തീരങ്കാവ് മേഖലകളിലൂടെയാണ് ഈ കാർ സഞ്ചരിച്ചത്. ഈ കാറിലെല്ലാം സഞ്ചരിക്കുമ്പോൾ ഈ ജിഷ്ണുവിന് ക്രൂരമായി തന്നെ ഈ യുവതിയുടെ, പെൺകുട്ടിയുടെ ബന്ധുക്കളുടെ മർദ്ദനമേൽക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഇവർ വഴിയരികിൽ ജിഷ്ണുവിനെ ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. ഈ ഫോണും പിടിച്ചു വാങ്ങിയിരുന്നു. എന്നാൽ തുടർന്ന് ജിഷ്ണു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ, കാരണം കൃത്യമായി തന്നെ വലിയ തോതിലുള്ള മർദ്ദനമേറ്റിരുന്നു, പരിക്കുണ്ടായിരുന്നു ജിഷ്ണുവിന്. അങ്ങനെ ജിഷ്ണു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടുകയും അതിന് അടുത്ത ദിവസം ഇത്തരത്തിൽ പോലീസുമായി ബന്ധപ്പെടുകയും ചെയ്തു. പന്തീരങ്കാവ് സ്റ്റേഷനിലാണ് ജിഷ്ണു ഈ മർദ്ദനവുമായി ബന്ധപ്പെട്ട് കേസെല്ലാം നൽകിയത്. എന്നാൽ ഇത്ര ദിവസം കഴിഞ്ഞിട്ടും ഈ 11-ാം തീയതി ഈ സംഭവം ഉണ്ടാകുന്നു. 13-ാം തീയതി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് റിട്ടേൺ പരാതി തന്നെയാണ് പന്തീരങ്കാവ് പോലീസിൽ ജിഷ്ണു നൽകുന്നത്. എന്നാൽ അതിനുശേഷവും, ഇത്രയും ദിവസത്തിന് ശേഷവും ഈ നടപടിയിൽ, ഈ കേസിൽ പോലീസ് യാതൊരു നടപടിയും എടുത്തില്ലെന്നാണ് ജിഷ്ണുവിന്റെ നിലവിലെ ആരോപണം. കാരണം ഇത്ര ദിവസത്തോളമായി ജിഷ്ണുവിന്റെ ഫോണ് ഈ ബന്ധുക്കളുടെ കൈവശമാണ്. അതുപോലെ തന്നെ ജിഷ്ണുവിന്റെ ക്രൂരമായി തന്നെ മർദ്ദനമേൽക്കുകയും ചെയ്തു. എന്നാൽ ഇത്തരത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടിയും പോലീസ് കൈക്കൊണ്ടില്ലെന്ന് മാത്രമല്ല, ഈ പെൺകുട്ടിയുടെ ബന്ധുക്കളെ വിളിച്ചു വരുത്തുന്നതിനോ അല്ലെങ്കിൽ ഈ വിവരം ഒന്ന് അന്വേഷിക്കുന്നതിനോ പോലീസ് തയ്യാറായിട്ടില്ല. ഈ വിഷയമാണ് വീണ്ടും ഉയർന്നത്. കാരണം ദളിത് യുവാവാണ് ഇത്തരത്തിൽ ക്രൂരമായി മർദ്ദനമേറ്റത്. ഒരു പ്രണയത്തിന്റെ പേരിൽ മാത്രമാണ് ഇത്തരത്തിൽ ജിഷ്ണുവിന് ക്രൂരമായി മർദ്ദനമേൽക്കേണ്ടി വരുന്നത്. ഈ വിഷയത്തിൽ പന്തീരങ്കാവ് പോലീസ് തുടരുന്ന നയം തന്നെയാണ്, മെല്ലെപ്പോക്ക് നയം തന്നെയാണ് ഇപ്പോൾ വലിയ തോതിൽ ചർച്ചയാകുന്നത്. കാരണം ഈ വിഷയത്തിൽ യാതൊരു നടപടിയും എടുക്കാൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല എന്ന് തന്നെയാണ് ജിഷ്ണുവിന്റെ ആരോപണം. രോഹിണി. ശരി, രമ്യ ദാസാണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകിയത്.